ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മഹാനായ ഒരു സ്വഹാബിയാണ്, അൻസാരിയായിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി പ്രവാചകനെ കുറിച്ച് അറിഞ്ഞ് പ്രവാചകനിൽ വിശ്വസിക്കുകയും പിന്നീട് തൻ്റെ ഉപജീവന മാർഗമായ ആടുകളെ മേക്കൽ അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്ഥിരമായി താമസിക്കുകയും പ്രവാചകനെ പിന്തുടരുകയും ചെയ്ത ആളാണ് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അങ്ങേയറ്റത്തെ ഖുർആൻ പ്രേമിയായിരുന്നു. പ്രവാചകനിൽ നിന്ന് വിശുദ്ധ ഖുർആൻ നേർക്കുനേരെ കേൾക്കുകയും അത് മനഃപ്പാടമാക്കുകയും അത് മനോഹരമായി പാരായണം ചെയ്യുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. രാത്രിയിൽ ആളുകളൊക്കെ ഉറങ്ങി രാവ് ശാന്തമായി കഴിഞ്ഞാൽ അദ്ദേഹം വീടിന് പുറത്തിറങ്ങി മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു എന്നാണ്. ചില ആളുകളൊക്കെ വീടിൻ്റെ പുറത്ത് വന്ന് അയൽവാസികളൊക്കെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണം കേട്ട് അവിടെ അത് ആസ്വദിച്ച് അതിൽ ലയിച്ചിരിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പം ഇത്രയും ഖുർആനെ സ്നേഹിച്ച മഹാനായ മനുഷ്യനായിരുന്നു, സ്വഹാബിയായിരുന്നു ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹം നൽകുന്ന 2-3 ഉപദേശങ്ങളുണ്ട്. 3 ഉപദേശങ്ങൾ മക്കൾക്ക് കൊടുത്തു. ഒന്ന്, മക്കളെ, പ്രവാചകനിൽ നിന്നാണ് എന്ന് ഉറപ്പില്ലാത്ത, കൃത്യമായി തെളിയിക്കപ്പെടാത്ത ഹദീസുകളൊന്നും നിങ്ങൾ സ്വീകരിക്കരുത് എന്നായിരുന്നു. രണ്ടാമത്തെ കാര്യം, പുതപ്പ് ഉടുക്കേണ്ടി വന്നാലും ആരോടും കടം വാങ്ങരുത്, ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങരുത്. അന്തസ്സും അഭിമാനവും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്നാണ് അദ്ദേഹം നൽകിയ നിർദ്ദേശം. മൂന്നാമത്തെ നിർദ്ദേശം, ഖുർആനെ കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന, ഖുർആനിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന വിധം കവിതകൾ രചിച്ചോ മറ്റോ കവിതകളിൽ ഏർപ്പെട്ടോ നിങ്ങൾ ഖുർആനിനെ അവഗണിക്കരുത് എന്നാണ്. ഈ മൂന്നാമത്തെ കാര്യം ഇന്ന് നമ്മൾ റമദാനിലാണല്ലോ, റമദാനിലൂടെ നമ്മൾ കടന്നു പോകണമല്ലോ, വളരെയേറെ പ്രസക്തമായിട്ടുള്ളൊരു ഉപദേശമാണ്. വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുക, ഖുർആനിന് വേണ്ടത്ര പരിഗണന കൊടുക്കാതിരിക്കുക. അപ്പോൾ നമുക്കൊക്കെ ഉണ്ട്, നമ്മളൊക്കെ കയ്യിൽ മൊബൈലുണ്ട്, അതിലെപ്പോഴും പാട്ടാണ്, റീൽസാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ വണ്ടിയിൽ കയറിയാൽ അപ്പം നമ്മൾ പാട്ടാണ്. സംഗീതവും പാട്ടും പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഖുർആൻ കേൾക്കാനോ ഓതാനോ ഒന്നും നമുക്ക് സമയമില്ല. ഇത് വല്ലാത്ത ഒരു ഖേദകരമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. എന്നാണ് ഇങ്ങനെ ആവാൻ പാടില്ല. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉപദേശം നമ്മൾ സ്വീകരിക്കുക. എന്ത്? ഖുർആനിനെ കുറിച്ച് അശ്രദ്ധമാക്കുന്ന വിധം മറ്റൊന്നിലും നമ്മൾ ഏർപ്പെട്ടു പോകാതിരിക്കുക എന്നതാണ്. അപ്പോൾ ഈ 3 ഉപദേശങ്ങൾ അദ്ദേഹം നൽകിയത് 3 വളരെ പ്രസക്തമാണ്. അതിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഉപദേശത്തിന് വളരെ പ്രസക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആ ഉപദേശം സ്വീകരിക്കുക. വിശുദ്ധ ഖുർആനാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഖുർആനിൻ്റെ മാർഗം, ഖുർആനനുസരിച്ച് ജീവിക്കുക, ഖുർആനിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുക, ഖുർആൻ കേൾക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ പഠിക്കുക, ഖുർആനെക്കുറിച്ച് ചിന്തിക്കുക, ഖുർആൻ ഫോളോ ചെയ്യുക, ഖുർആനനുസരിച്ച് ജീവിക്കുക. അതിലാണ് ഇഹപര വിജയം കുടികൊള്ളുന്നത്. അതാണ് രക്ഷയുടെയും വിജയത്തിൻ്റെയും മാർഗം 2 ലോകത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.